കരുണ എന്ന വാക്കിൻ്റെ എബ്രായ പദം ഹെസദ് എന്നാണ്. ഗ്രീക്കു പദം എലയോസ് എന്നുമാണ്. ഹെസദ് എന്ന എബ്രായ പദത്തിൻ്റെ പ്രധാനമായ അർത്ഥം ആർദ്രസ്നേഹം എന്നത്രേ. ദൈവം ഇസ്രായേലിനോട് കാണിച്ച കരുണ തൻ്റെ വിശ്വസ്തതയിലും ഇസ്രായേലിനോടുള്ള ഉടമ്പടി ബന്ധത്തിലും അധിഷ്ഠിതമാണ്. ഈ കരുണയെ ഭർതൃസ്നേഹത്തോടും ഹോശയ്യ 2:1-3 വരെ, മാതൃസ്നേഹത്തോടും യെശയ്യാ 49:15, പിതൃസ്നേഹത്തോടും സങ്കീർത്തനം 103:13, യെരമ്യാവ് 31:20 സാദൃശ്യപ്പെടുത്തിയിട്ടുണ്ട്. കരുണ, അനുകമ്പ എന്നീ അർത്ഥങ്ങളുള്ള റഹമീം എന്ന എബ്രായ പദത്തിൻ്റെ ധാതു റഹിം എന്നാണ്. 1 രാജാക്കന്മാർ 8:50, 2 ദിനവൃത്താന്തം 30:9, വിലാപങ്ങൾ 3:22, സെഖര്യാവ് 7:9. റഹം എന്ന പദത്തിന് ഗർഭപാത്രം എന്നർത്ഥം. അമ്മയ്ക്ക് കുഞ്ഞിനോടോ സഹോദരങ്ങൾക്ക് തമ്മിലോ ഉള്ള വൈകാരിക ഭാവത്തെ കുറിക്കുന്നു. അമ്മ കുഞ്ഞിനെ എന്ന പോലെ പാപിയായ മനുഷ്യനെ കർത്താവ് സ്നേഹത്തോടും ക്ഷമയോടും സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ വിവിധ രീതികളിൽ പ്രത്യക്ഷപ്പെടുന്നു. ക്ഷമയിൽ വ്യക്തികളെയും ജാതികളെയും യഥാസ്ഥാനപ്പെടുത്തുന്നു. തൻ്റെ വൃതന്മാരെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്നു. വാഗ്ദാനം നിറവേറ്റുന്നു. പ്രവാസികളായ ജനത്തെ ശേഖരിച്ച് ദേശത്ത് മടക്കി വരുത്തുന്നു. മരുഭൂമിയിൽ അവർക്ക് വേണ്ടി കരുതി. ഇസ്രായേലിനോട് ദൈവം ചെയ്ത ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തനായിരുന്നു. തന്മൂലം ഏത് സമയവും സഹായത്തിനായി അവർക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. ഇസ്രായേലിൻ്റെ നീതിയോ വിശേഷ അവകാശമോ കൊണ്ടല്ല, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ് അവരെ വീണ്ടെടുത്തതും പരിപാലിച്ചതും. ദൈവം ആദ്യമേ ഇസ്രായേലിനെ തിരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ അവർക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുവാനില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് മൂലം ദൈവം ഇസ്രായേലിനോട് എല്ലായ്പ്പോഴും കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും ദയാസമൃദ്ധിയും വിശ്വസ്തതയും ഉള്ളവനാണ്. പുറപ്പാട് പുസ്തകം 34:6, നെഹമ്യാവ് 9:17, സങ്കീർത്തനം 86:15, 103:8, 145:8, യോവേൽ പ്രവചനം 2:13, യോന 4:2. കരുണയെ കുറിക്കുന്ന ഗ്രീക്ക് പദം എലയോസ് ആണ്. അനുകമ്പയുടെ ബാഹ്യപ്രകാശനമാണ് കരുണ. കരുണ ലഭിക്കേണ്ടുന്നവന് ആവശ്യബോധവും കരുണ കാണിക്കുന്ന വ്യക്തിക്ക് പ്രസ്തുത ആവശ്യം സാധിപ്പിച്ചു കൊടുക്കാൻ മതിയായ വിഭവവും ഉണ്ടായിരിക്കണം. ദൈവം കരുണാസമ്പന്നനാണ്. എഫേസ്യർ 2:4. എല്ലാവർക്കും അവൻ രക്ഷ കരുതി. തീത്തോസ് 3:5. യഹൂദന്മാരോടും ജാതികളോടും ദൈവം കരുണ കാണിച്ചു. ലൂക്കോസ് 1:72, റോമർ 15:9. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. ലൂക്കോസ് 1:50. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കർത്താവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. എബ്രായർ 4:16. നാം പരസ്പരം കരുണയ്ക്കു വേണ്ടി അപേക്ഷിക്കേണ്ടതാണ്. ഗലാത്യർ 6:16. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ തൻ്റെ ജനത്തിന് കരുണ ലഭിക്കും. 2 തിമോത്തിയോസ് 1:16, യൂദ 21. ദൈവം മനുഷ്യരോട് കരുണ കാണിച്ചതുകൊണ്ട് അവരും പരസ്പരം കരുണ കാണിക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. മത്തായി 9:13, 12:7, 23:23, ലൂക്കോസ് 10:37. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. യാക്കോബ് 2:13. കരുണയും സമാധാനവും ഒരുമിച്ച് വരുന്ന സ്ഥാനങ്ങളിൽ അവ അതേ ക്രമത്തിൽ വരുന്നത് കാണാം. ഗലാത്യർ 6:16 ഒഴികെ. കരുണ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. തൽഫലമായി മനുഷ്യഹൃദയത്തിലുണ്ടാകുന്ന അനുഭവമാണ് സമാധാനം. 1 തിമോത്തിയോസ് 1:2, 2 തിമോത്തിയോസ് 1:2 എന്നീ വാക്യങ്ങളിൽ എലയോസ് എന്ന ഗ്രീക്ക് പദത്തെ കനിവ് എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. മത്സരിയോടും ലംഘകനോടുമുള്ള ദൈവത്തിൻ്റെ മനോഭാവമാണ് കൃപ. വിഷമത്തിലായിരിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ മനോഭാവമാണ് കരുണ. രക്ഷയെ സംബന്ധിച്ചുള്ള ദൈവിക നിർണയത്തിൽ കൃപ കരുണയെ മുന്നിട്ട് നിൽക്കുന്നു. ക്ഷമ ലഭിച്ച വ്യക്തിയാണ്
അനുഗ്രഹിക്കപ്പെടുക. തന്മൂലം അപ്പോസ്തോലിക വന്ദനങ്ങളിൽ കരുണയ്ക്ക് മുമ്പ് കൃപ പറയപ്പെട്ടിരിക്കുന്നു, അഥവാ കനിവിന് മുമ്പ്. 1 തിമോത്തിയോസ് 1:2, 2 തിമോത്തിയോസ് 1:2, തീത്തോസ് 1:4, 2 യോഹന്നാൻ 3.